യൂസ് ചെയ്തേക്കണം. ഇറ്റ്സ് വെരി സ്ട്രോങ്, പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ. ട്രാക്ഷൻ ഇവിടെ ഉണ്ട്, ട്രാക്ഷൻ നമുക്ക് ഓഫ് ചെയ്യാം. What's happening people, this is Kochi Machan and welcome back to another vlog. So we have the N250 with us today, the all new N250 with the upside down suspension, 140mm rear tires and whole new graphics and look wise അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. സെയിം MT-15 ഹെഡ് ലാമ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ചൈനക്കാട്ടും വലിയ ഹെഡ് ലാമ്പാണ്. പ്രൊജക്ടർ നോക്കിയാലും അതും ഭയങ്കര സൈസ് ഉണ്ട്, നല്ല വലിയ പ്രൊജക്ടറാണ്, നല്ല ലൈറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. ആ 220 ഒക്കെ നിർത്തിയ സമയത്ത് ബജാജ് കണ്ടുപിടിച്ച പുതിയൊരു മാർക്കറ്റാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ 250. ഒരു 220ക്ക് വേണ്ടി F250 N250 എന്ന് 2 വേരിയൻ്റ് ഇറക്കിയിട്ടുണ്ടായി. ഓക്കെ, സോ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കാണാം പുതിയ 37mm അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ അവർ കൊണ്ടുവന്നുണ്ട്. MRF ടയേഴ്സാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതുകൂടാണ് നമ്മുടെ 300mm ഡിസ്ക് വിത്ത് ഗ്രമേക്ക, അത് N250 വന്ന ആ ഒരു കാലിപ്പേഴ്സാണ്, പുതിയ കാലിപ്പേഴ്സാണ്. കൊള്ളാം. ബ്രേക്ക് എനിക്ക് ഇപ്രാവശ്യം അത്ര പെട്ടെന്ന് ആ ഒരു ബൈറ്റ് നമുക്ക് ഫീൽ ചെയ്യാണ്ട് നല്ല പ്രോഗ്രസീവായിട്ടാണ്. കുറച്ചും കൂടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറച്ചും കൂടെ നന്നായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു പാഡ് എന്തെങ്കിലും മാറ്റിയിട്ടാണ് അത് റെഡി ആവുന്നതാണ്. നേരത്തെ സിംഗിൾ ചാനൽ ABS ആയിരുന്നു, ഇപ്പോൾ ഡുവൽ ചാനൽ ABSോടെ സെയിം ആ എക്സോസ്റ്റ് ഒക്കെ നോക്കാം. സെയിം 249cc എഞ്ചിൻ, പ്രൊഡ്യൂസിങ് 24.5 PS ആൻഡ് 21.5 Nm ഓഫ് ടോർക്ക്. അതിലൊരു വ്യത്യാസമില്ല. സൗണ്ട് സോ ഗുഡ്, സോ വെൽ. ആ സെയിം ആ ഒരു തരം പ്ലാസ്റ്റിക്കാണ്, ഒരു ഹാർഡ് നൈലോൺ ഗ്ലാസ് ഫിൽഡ് പ്ലാസ്റ്റിക്, അങ്ങനെ എന്തൊരു സാധനമാണ് യൂസ് ചെയ്തേക്കണം. ഇറ്റ്സ് വെരി സ്ട്രോങ്, പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ. നല്ലൊരു ഹഗ്ഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലുക്ക് വൈസ് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ആ ഗോൾഡൻ സസ്പെൻഷൻ വന്നപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ബ്ലാക്ക് ആയാലും ചിലപ്പോൾ നന്നായനെ, ബട്ട് യാ ഇറ്റ്സ് ഗുഡ്, ഇറ്റ് ലുക്സ് ഗുഡ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വണ്ടീനെ പറ്റി പറയാനുള്ളത്. റിയറിലും നമുക്കിപ്പോൾ ABS ഉണ്ട്, 3 ABS മോഡ്സ് ഉണ്ട്, റോഡ്, റെയിൻ, ഓഫ് റോഡ്. പിന്നെ ട്രാക്ഷൻ കൺട്രോളും ഇപ്രാവശ്യം അവർ ഇതിന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ സാരി ഗാർഡ് 5 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച്. ഇറ്റ് ഈസ് സോ സ്മൂത്ത്, ഭയങ്കര രസമാണ്. ആൻഡ് ദിസ് ഈസ് ആൻ ഓയിൽ കൂൾഡ് എഞ്ചിനാട്ടോ, ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. ആൻഡ് നിങ്ങൾക്ക് കാണാം മോണോഷോക്ക് സസ്പെൻഷൻ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് 165mm ഗ്രൗണ്ട് ക്ലിയൻസ് അത്യാവശ്യം നല്ലതാണ്. സെൻറ്റർ സ്റ്റാൻഡോടെയാണ് വന്നിരിക്കുന്നത്, കിക്ക് സ്റ്റാർട്ടൊന്നുമില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ബൈക്ക്. ഇനി വണ്ടിമേ കയറിയിരിക്കുമ്പോൾ ഇപ്പോഴത്തെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് തന്നെ 800mm ആണ് സീറ്റ് ഹൈറ്റ്. എനിക്കൊക്കെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ്. ഇപ്പോൾ ഒരു അൺഈവൻ സർഫസ് ആണെങ്കിൽ എൻ്റെ ഹൈറ്റ് 5'6" ആണ്, എനിക്ക് ഈസി ആയിട്ടിരിക്കാം. വെയിറ്റ് വന്നിരിക്കുന്നത് 164 kg ആണ്. നേരത്തെ 162 kg ആയിരുന്നു നേരത്തെ വെയിറ്റ്. 2 കിലോ കൂടിയുണ്ട്. ഓബ്വിയസ്ലി ദ അപ്സൈഡ് ഡൗൺ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കൂടിയുണ്ടാവും. പിന്നെ കുറച്ചുകൂടി തള്ളത്തേക്ക് നിർത്താം, മീറ്റർ കാണിച്ചു തരാം. സോ യാ, ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. നേരത്തെ ഒരു ബെസ്സലെസ് ഡിസ്പ്ലേ, വലിയ ഡിസ്പ്ലേ ഉണ്ട്, അത് മാറിയിട്ട് ഇപ്പോൾ ഒരു നെഗറ്റീവ് LCD ഡിസ്പ്ലേ. ഇവിടെ ഫ്യൂൽ ഗേജ്, ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഓഡോമീറ്റർ. ഇവിടെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഇതാണ് നമ്മുടെ മോഡ് സ്വിച്ച്. ഇവിടെ തന്നെയാണ് നമുക്ക് പാസും ബ്രൈറ്റ് ഇവിടെ തന്നെയാണ്. ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, സെൽഫ്, നമുക്ക് പാർക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കണം, കിൽ സ്വിച്ചും. ഇതിൻ്റെ ഹാൻഡിൽ ബാസ് ഒക്കെ സെയിം തന്നെയാണ്. ഇവിടെ ഒരു ചാർജിങ് പോർട്ടും ഉണ്ട്. 16 liters ആണ് ടാങ്ക് കപ്പാസിറ്റി. E20 ഫ്യൂൽസ് ആണ് ഇതിന് നമുക്ക് അടിക്കേണ്ടത്. ആൻഡ് ചൂട് രക്ഷ കേട്ടോ. എഞ്ചിൻ ഓഫ്, നമുക്ക് ട്രാക്ഷൻ ഇവിടെ ഉണ്ട്, ട്രാക്ഷൻ നമുക്ക് ഓഫ് ചെയ്യാം, കിൽ സ്വിച്ച് ഓൺ ചെയ്താലേ ബാക്കിയുള്ള പരിപാടിയും നടക്കുള്ളൂ. ആവറേജ് ഫ്യൂൽ എക്കണോമി 40 ആണ് കാണിച്ചേക്കണം. എനിക്ക് മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 52 ആണ് കിട്ടിയത്. അതിൻ്റെ ഒരു ഹോൾ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ തെറി പറയേണ്ട, അതിൻ്റെ പോയി നോക്കാം. അപ്പോൾ ദിസ് ഈസ് ദ ബ്ലൂടൂത്ത് നെയിം. നമുക്ക് സെറ്റിങ്സിൽ പോയാൽ എൻ്റർ ചെയ്താൽ നമുക്ക് പൾസർ കിട്ടും. പിന്നെ ഓഫ് റോഡ് മോഡിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓഫ് റോഡ് മോഡ്, എൻ്റർ, ട്രാക്ഷൻ കൺട്രോൾ ഞെക്കി പിടിക്കുക, കീപ് പ്രസ് എന്ന് കാണിക്കും. ആൻഡ് 5 സെക്കൻഡ് റിലീസ്, ട്രാക്ഷൻ കൺട്രോൾ ഈസ് ഓഫ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. നമുക്ക് കോൾ അലേർട്ട്, മെസ്സേജ് അലേർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. പുട്ടിട്ട് ന്യൂട്രൽ, ആ സെയിം റണ്ണിങ്ങിലാട്ടോ കുറച്ച് ദിവസം ആ ബേസുള്ളൊരു എക്സോസ്റ്റ് നോട്ട്. അപ്പോൾ നമുക്കിനി വണ്ടി ഓടിക്കാം. ഫസ്റ്റ് തന്നെ റൈഡിങ് പൊസിഷൻ കേട്ടോ. റൈഡിങ് പൊസിഷൻ ഭയങ്കര കംഫർട്ടബിളാണ്. കുറച്ച് ലീൻ ഫോർവേഡ് ഉണ്ട്, ചെറുതായിട്ട്, വളരെ ചെറുതായിട്ടാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് ഒരു ലീൻ ഉള്ളത്. അത് സെയിം ആ N250യുടെ അതേ റൈഡിങ് പൊസിഷനാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് കംഫർട്ടബിളായിട്ടിരിക്കാം. ഫുഡ് പെക്സ് നമ്മുടെ നേരെ താഴത്തേക്കാണ് നമ്മുടെ ഫുഡ് പെക്സ് വരുന്നത്. സീറ്റ്സ് ആർ കംഫർട്ടബിൾ. നമുക്ക് സ്പ്ലിറ്റ് സീറ്റാണ് പില്ലിയനും റൈഡറിനും. സസ്പെൻഷൻ, പുതിയ സസ്പെൻഷൻ, നമ്മൾ അപ്സൈഡ് ഡൗൺ സസ്പെൻഷനെ പറ്റി നോക്കാൻ പോയാൽ നല്ല സസ്പെൻഷനാണ്, നല്ല രീതിയിൽ ഡാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അറിയാലോ, USD സസ്പെൻഷൻ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ റേറ്റ് വ്യത്യാസങ്ങളും ഉണ്ടാവും. അതിൻ്റെ റിപ്പയറും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായാലും അവിടെ നമുക്ക് ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും നോർമൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനെക്കാട്ടും. ആൻഡ് പവർ ഡെലിവറി ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം അറൗണ്ട് 5000 RPM കഴിയണം, എന്നാലേ നമുക്ക് ആ ഒരു ഫുള്ള് കിട്ടുള്ളൂ. കണ്ടോ,
5000 to 6000 RPM കഴിയണം. അപ്പോഴാണ് നമുക്ക് ആ വണ്ടിയിൽ നിന്ന് ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു പുള്ള് നമുക്ക് ഫീൽ ചെയ്യാൻ. അതിന് മുമ്പ് വരെ വണ്ടി ചിലപ്പോൾ ഡെഡായിരിക്കാം. ബട്ട് നമുക്ക് 5th ഗിയറിൽ അത്യാവശ്യം സ്ലോയിലൊക്കെ പോയാലും വണ്ടി നോക്കിങ് ഇല്ലാണ്ട് ഇപ്പം ഞാൻ മാക്സിമം സ്ലോയിൽ പോവാം. 30-ലൊക്കെ പോയാലും ഉണ്ടോ വണ്ടി വലിപ്പിക്കുന്നുണ്ട്. 30 ഒന്നും വണ്ടി എടുക്കൂല കേട്ടോ. ഒരു 35-40 ഒക്കെ ആണെങ്കിൽ വണ്ടി പയ്യെ കയറി വരും. നമുക്ക് ഒരു 40-45-ലൊക്കെ നമുക്ക് 5th ഗിയറിലിട്ട് ഇങ്ങനെ പോകാം. ഭയങ്കര ഈസി ആയിട്ട് സിറ്റിയിലൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാം. ഭയങ്കര നിമ്പിളാണ് വണ്ടി. ആ ഫ്രണ്ടിൽ സസ്പെൻഷൻ വന്നെന്ന് വിചാരിച്ച് അത് ഹെവി ഒന്നും ആയിട്ടില്ല. നമുക്കപ്പോഴും നല്ല ഈസി ആയിട്ട് വണ്ടി കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. മീറ്റർ എനിക്ക് കുറേയൊക്കെ നന്നായിട്ടൊക്കെ തോന്നി. നല്ല വിസിബിളാണ്, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലെറ്റേഴ്സൊക്കെ നല്ല വലുതാണ്, നമുക്ക് ഈസി ആയിട്ട് കാണാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ മൈലേജ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഞാൻ അതിരപ്പള്ളി റൂട്ടൊക്കെ ചെറിയ ട്രിപ്പൊക്കെ പോയി ഒരു 100-120 കിലോമീറ്ററൊക്കെ ഓടിച്ച് ഞാൻ വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് മൈലേജ് കിട്ടി 52 ആട്ടോ. ഞാൻ ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് ആണ് നോക്കിയത്, വറ്റിച്ചിട്ടല്ല. അപ്പോൾ 52 ആണ് എനിക്ക് കിട്ടിയ മൈലേജ് ഈ വണ്ടിക്ക്. ആൻഡ് മോഡ് സ്വിച്ച് ഇവിടെ വെച്ചാൽ വളരെ നല്ല കാര്യം. നമുക്ക് ഈസി ആയിട്ട് മോഡ്സും കാര്യങ്ങളൊക്കെ മാറ്റാം. ഓൺ ദ ഗോ തന്നെ നമുക്ക് മാറ്റാം. നമുക്ക് ഓഫ് റോഡ് മോഡ് വർക്കിംഗ് ആണോ ഇല്ലെന്ന് എനിക്ക് നോക്കണമെന്നുണ്ടായി. ബാക്ക് ABS ഓഫ് ആണോ ഇന്നലെ നോക്കിയപ്പോൾ എനിക്ക് ABS ഓഫായിട്ട് തന്നെയാണ് തോന്നിയത്. ബട്ട് ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഹിയർ വൺസ് അഗെയിൻ. ഓഫാട്ടോ, ഓഫ് ABS ഈസ് ഓഫ് ഹിയർ. അപ്പോൾ അതും കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ സൗണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സൗണ്ട് എന്ന് പറഞ്ഞാണല്ലോ, നമ്മളൊരു ഫസ്റ്റിലൊക്കെ ഇട്ട് ഫസ്റ്റിലൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ഒന്ന് കേട്ടോടാ. നമ്മൾ പണ്ട് ഫിൽറ്ററൊക്കെ വെക്കും, 220 ഫിൽറ്ററൊക്കെ വെച്ചാൽ അങ്ങനെ അതേപോലെ സൗണ്ടാണ്. കണ്ടോ, ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, ഭയങ്കര റിഫൈൻഡാണ്. വൈബ്രേഷൻസൊക്കെ അറിയണമെങ്കിൽ 7000-8000 RPM കഴിയണം. അതായത് നല്ല ഹൈ RPM കിളുമ്പോഴാണ് നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ പോണത്. അത് കൂടാണ്ട് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 140+ ഒക്കെ അടിക്കും. 120 ഈസി ആയിട്ട് കയറും. നമുക്കപ്പോൾ 0 to 100 ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 3, 2, 1 ഗോ. ഫോർത്ത് ഗിയറിലാണ് വണ്ടി എത്തിയത്. സൗണ്ട് സോ ഗുഡ്. 9500 RPM-ലാന്ന് തോന്നുന്നു നമുക്ക് RPM ലോക്ക് വെച്ചേക്കുന്നത്. ആൻഡ് ദാറ്റ് പെർഫോമൻസ് വൈസ് ഈസ് പ്രിറ്റി മച്ച് ഗുഡ്. നല്ലൊരു പെർഫോമൻസ് തന്നെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ RPM കയറണം. വൈബ്രേഷൻസ് നമുക്ക് കൂടുതലും ഫുഡ് പാക്ക് ടാങ്കിൻ്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ട്, ബട്ട് വളരെ നെഗ്ലിജിബിൾ വൈബ്രേഷൻസ് ആണ്. ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ബ്രേക്സ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവാം. പക്ഷേ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. സ്ലിപ്പർ ക്ലച്ചാണ്. നമുക്ക് ഹാർഡ് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്താലും വണ്ടി നല്ല കൺട്രോളിൽ തന്നെ നിൽക്കും. ബട്ട് ഫ്രണ്ട് ബ്രേക്ക് കുറച്ചും കൂടെ നന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി ആയെന്ന് എനിക്ക് തോന്നി. പിന്നെ ഹാൻഡിൽ ബാർസ് നമുക്ക് NS-ലൊക്കെ വന്ന് കണ്ടുപോലത്തെ അങ്ങനത്തെ ആ ഒരു ഹാൻഡിൽ ബാർ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നന്നായനെ. അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ഹാൻഡിൽ ബാർസ് ഒക്കെ വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു കുറച്ച് വൈഡാണ് അത്യാവശ്യം. എന്ന് വെച്ചാൽ ആ ഒരു ഡ്യൂക്കിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ NS-ലൊക്കെ ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ ബാർ ഒക്കെ കേട്ടില്ലേ, അത് ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി, കുറച്ചും കൂടെ അപ്രൈറ്റ് ആയിട്ടിരുന്ന് കുറച്ചും കൂടെ നൈസായിട്ട് ഓടിക്കായിരുന്നു വണ്ടി. ബാക്കിൽ ഇപ്പോൾ 140 സെഷൻ ടയേഴ്സാണ്, നേരത്തെ 130 ആയിരുന്നു. അതും മാറ്റിയിട്ടുണ്ട്. വെയിറ്റ് 2 കിലോ കൂടിയിട്ടുണ്ടാകുന്ന അത്ര വലിയ കാര്യമില്ല. ഡുവൽ ചാനൽ ABS വന്നു. ഡിഫറെൻറ്റ് ഓഫ് റോഡ് ABS വരെയും അവരിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് സിറ്റി കൊണ്ട് നടക്കാം. സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ട്. കിക്ക് സ്റ്റാർട്ട് ഇല്ല. എല്ലാവരും കിക്ക് സ്റ്റാർട്ട് എവിടെയെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കിക്ക് സ്റ്റാർട്ട് ഒന്നും ഇപ്പോൾ ഇല്ല ഈ വണ്ടിക്ക്. ആൻഡ് ലുക്ക് വൈസ് ഒക്കെ സെയിം തന്നെയാണ്. ആകെ അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ വന്നു. പുതിയ ഗ്രാഫിക്സ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു. നല്ല നോട്ടം കിട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് നോക്കിപ്പോവും ഏതാണ് ഈ പുതിയ വണ്ടി, ബജാജിൻ്റെ പൾസറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് പൾസറാണോ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് നല്ല രസമുണ്ട്. വണ്ടി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയാണ് ഈ വണ്ടി കാണാനായിട്ട്. ഓവറോൾ ഒരു നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ അവരുടെ പൾസറിൻ്റെ അടുത്ത 400 വന്നിട്ടുണ്ട്. മേ ബി 2 lakh അണ്ടറിൽ ഉള്ള ഏക 400cc വണ്ടിയായിരിക്കും നമ്മൾ കാണാൻ പോകണം കേട്ടോ. പ്രൈസ് തന്നെ 152 lakhs എക്സ് ഷോറൂമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ വണ്ടിയിൽ നമുക്ക് ടൂറൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ 100-120 കിലോമീറ്റേഴ്സൊക്കെ ഓടിച്ചപ്പോഴും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര രസമാണ് വണ്ടി ഫ്ലിക്ക് ചെയ്ത് നടക്കാൻ. നമുക്ക് കോർണർ എടുക്കാനായാലും കിടത്താനായാലും ഫൺ ടു റൈഡാണ്. ബട്ട് കുറച്ച് RPM കയറ്റി പിടിക്കണം. നമുക്ക് ഒരു ഡെയിലി യൂസായിട്ടും ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. MRF ടയേഴ്സ് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ. ഞാൻ അത്ര പുഷ് ചെയ്തിട്ടില്ല വണ്ടി കോർണേഴ്സൊക്കെ എടുക്കുമ്പോൾ. ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ, കുഴപ്പമില്ല എന്നേ ഉള്ളൂ. ആൻഡ്
ഓവറോൾ നോക്കുമ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നമ്മുടെ N250 ഒരു ഡെയിലി പർപ്പസും അല്ലെങ്കിൽ നമുക്ക് ഒരു ഹൈവേ ടൂറായാലും നമുക്ക് ഈസി. ഞാൻ 140+ ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു ഹൈവേയിൽ. അപ്പോൾ കൈ കൊടുത്താൽ വണ്ടി കയറിയും പോകേണ്ട. അതേപോലെ ഇപ്പോൾ നമ്മൾ 4th ഗിയറിൽ 3rd ഗിയറിൽ വണ്ടി 100 ഓൾമോസ്റ്റ് ക്രോസ് ചെയ്തായിരുന്നു. അപ്പോൾ പെർഫോമൻസ് വൈസും നല്ലതാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വണ്ടി. ഡെയിലി യൂസ് ആണെങ്കിലും ഒരു ടൂറിങ് പർപ്പസിനാണെങ്കിലും ഞാൻ ഈ വണ്ടി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ എന്തായാലും എനിക്കിപ്പോൾ വണ്ടി കിട്ടിയ പോപ്പുലർ ബജാജിൽ നിന്നാണ്. അവിടെ പോയാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ബജാജിൻ്റെ ഷോറൂംസിലും ഈ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് സ്ലിപ്പർ ക്ലച്ച് സൂപ്പർ. ക്ലച്ച് ഫീൽസ് ഭയങ്കര സ്മൂത്താണ്. സ്ലിപ്പർ ക്ലച്ച് നേരത്തെ സ്ലിപ്പർ ക്ലച്ച് തന്നെയായിരുന്നു. ഇപ്പോഴും അതേ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ആ ഒരു ഗിയർ ബോക്സ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓവറോൾ ക്വാളിറ്റി വൈസ് ആയാലും നല്ല സ്റ്റേഡിയാണ്. എനിക്ക് ക്വാളിറ്റി വൈസ് അങ്ങനെ കുറവായിട്ടൊന്നും തോന്നിയിട്ടോ. ഭയങ്കര രസം തന്നെ. നല്ലൊരു ഭംഗിയുള്ള ഒരു പുതിയ പൾസർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം N250 വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ കൊച്ചി മച്ചാൻ എന്ന് തന്നെയാണ് എൻ്റെ പേരിട്ടിരിക്കുന്നത്. ജസ്റ്റ് അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫെയിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് അറിയിക്കുന്നതായിരിക്കും. സാധനം മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. അത്ര മതി. പോലീസ് ബ്രോ. പോലീസ്. ഒരാളെ രക്ഷിച്ചു. ഞാനല്ല സാർ, സത്യമായിട്ട് ഞാനല്ല. എനിക്ക് അതിലൊരു പിടിയില്ല. പോലീസ് എന്നല്ല ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്. അറബിന്നല്ലല്ലോ. പോയി പാവം. ഓക്കെ. അപ്പോൾ അതൊക്കെ പോട്ടെ. പൈസ പോയതിൻ്റെ പോയി. അങ്ങനെ ഭണ്ഡാരപ്പെട്ടിയിൽ കുറച്ച് പൈസ പോയെന്ന് തോന്നുന്നു. ഒരു മിന്നാമിനിങ് അങ്ങോട്ട് പോയായിരുന്നു. ഫുൾ ഹെലികോപ്റ്റർ ആട്ടോ ഗൈസ് ഇന്ന്. അവിടെ വെള്ള ഹെലികോപ്റ്റർ, അവിടെ ബ്രൗൺ ഹെലികോപ്റ്റർ, ചുമന്ന ഹെലികോപ്റ്റർ ഇല്ല, വെള്ള ഹെലികോപ്റ്റർ വരുമായിരിക്കും. ഹായ് മോനോ, ഒരു ഹെൽമെറ്റ് ഒക്കെ ഇടൂ. ഹെലികോപ്റ്റർ നോക്കുമായിരിക്കും. ഇതേ പരുന്ത് ഗ്ലൈഡ് ചെയ്യണ വരുന്നത് കണ്ട്. അയ്യോ അമ്മേ കണ്ടോ, അവിടെ തന്നെ നിൽക്കും, അനങ്ങണില്ല. എങ്ങനെയുണ്ട് ചേട്ടാ? പുതിയ വണ്ടിയാ. ഫോട്ടോ എടുക്കണോ? വേണ്ടേ? ആരോ ഇതുകൂടി വരുന്നുണ്ട്. ചേട്ടാ ചതിച്ചതാണോ? താങ്ക്സ് മോനെ ചതിച്ചതിന്. നോക്കാം ആരൊക്കെ ഈ വണ്ടി നോക്കും. ട്രാക്ഷൻ ഓഫ് ചെയ്യാൻ കാരണം എന്നൊന്നും വേറെ ഒന്നുമില്ല. നമ്മൾ ചിലപ്പോൾ ഇനീഷ്യൽ എടുക്കുമ്പോൾ ട്രാക്ഷനിൽ നല്ലതാണ്. ബട്ട് നമുക്ക് ഒരു കൺട്രോൾ ചെയ്യാന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതെടുക്കാൻ പറ്റും.